ഹലോ ഫ്രണ്ട്സ്, മലയാളി സേഫ്റ്റി ഗുരുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ സ്ഥാപനത്തിലും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർമാരുടെ ഡ്യൂട്ടീസിൽ വ്യത്യാസങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻഫോർമേഷൻ വീഡിയോസ് മറക്കാതെ മിസ്സാക്കാതെ കാണുവാൻ ശ്രമിക്കുക. ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സങ്കീർണമായൊരു ടോപ്പിക്കാണ്. അതാണൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർ അല്ലെങ്കിൽ പ്രൊഫഷണലിൻ്റെ ജോലിയും ഡ്യൂട്ടീസും എന്താണ്. ആദ്യം ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർ ആരാണെന്നൊന്ന് നോക്കാം. ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർ എന്നാൽ ആളുകളുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സംബന്ധമായ വിഷയങ്ങൾ പഠിച്ച് അത് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്. ഈ വിഭാഗത്തിൽ പെടുന്നവരാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഇൻസ്പെക്ടേഴ്സ്, ഓഫീസേഴ്സ്, അതുപോലെ സേഫ്റ്റി സൂപ്പർവൈസേഴ്സ്, സേഫ്റ്റി മാനേജേഴ്സ് എക്സെട്ര. ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ ജോലിക്കാരുമുണ്ട്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ മൂലം ജോലിക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ ജോലികൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം സ്ഥാപനത്തിനുണ്ട്. അതിനുവേണ്ടിയാണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർമാരെ സ്ഥാപനങ്ങൾ നിയമിക്കുന്നത്. ഇതിലൊരു സ്ഥാപനത്തിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർമാരുടെ തസ്തികകൾ തീരുമാനിച്ചിട്ട് ആ തസ്തികയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഓരോ തരത്തിലുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റീസും നൽകി ആണ് സ്ഥാപനം അവിടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഓരോ സ്ഥാപനത്തിലും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീഷണർമാരുടെ ഡ്യൂട്ടീസിൽ വ്യത്യാസങ്ങൾ ഒരുപാട് വരാറുണ്ട്. എന്നാലും പൊതുവേ ഉള്ള റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് നമുക്കൊന്ന് നോക്കാം. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയെ ഉദാഹരണമായിട്ട് എടുക്കാം. അവിടെ സൈറ്റിൽ പ്രവർത്തിക്കുന്ന ഫീൽഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാഫ് ഒരുപാട് പേര് കാണും. അതുപോലെ തന്നെ ഓഫീസിലിരുന്ന് പ്രവർത്തിക്കുന്ന ഓഫീസ് ബേസ്ഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാഫും കാണും. ഇതിൽ സൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള സേഫ്റ്റി സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ് കുറച്ചൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ സൈറ്റിലെ ജോലികൾ സുരക്ഷിതമായി നടക്കുന്നുണ്ടോ എന്ന് ഇൻസ്പെക്ഷൻസും ജോലിയുടെ പ്രൊസീജിയേഴ്സും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് കണ്ടെത്തുക. സൈറ്റിൽ ഉള്ള സൂപ്പർവൈസേഴ്സിനും വർക്കേഴ്സിനും സൈറ്റിൽ വെച്ച് തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും സ്ഥാപനത്തിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നയങ്ങൾ പ്രകാരം വേണ്ട നടപടികളും പാലിക്കാനുള്ള ഉപദേശങ്ങളും ഒക്കെ നൽകുക. സൈറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ അറിവ് പകർന്നു കൊടുത്ത് അവരെ സേഫായി ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക. സൂപ്പർവൈസേഴ്സ്, എൻജിനീയേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡ്യൂട്ടീസ് എല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുക. ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നടത്തിയ ഇൻസ്പെക്ഷൻസിൻ്റെയൊക്കെ രേഖകൾ ഉണ്ടാക്കി സീനിയർ ഓഫീസേഴ്സിന് നൽകുക. സൈറ്റിൽ ഉപയോഗിക്കുന്ന മെഷീനുകൾ, എക്യുപ്മെൻറ്റ് ഒക്കെ റാൻഡമായിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ഡോക്യുമെൻറ്റ്സും ഒക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുക. അവ മൂലം എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് സൂപ്പർവൈസേഴ്സിനെ ഒക്കെ അറിയിക്കുക. സൈറ്റിൽ അപകടങ്ങളോ അസുഖങ്ങളോ ഉണ്ടായാൽ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ സീനിയർ ഓഫീസേഴ്സിനെ സഹായിക്കുക. കമ്പനിയുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം സൈറ്റിൽ നടപ്പിലാക്കിയെടുക്കാൻ പ്രവർത്തിക്കുക. ഇവയൊക്കെയാണ് സൈറ്റ് സേഫ്റ്റി സ്റ്റാഫിൻ്റെ ഏകദേശമുള്ള റെസ്പോൺസിബിലിറ്റീസ്. ഇത് ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമായിരിക്കും. ഇവിടെ കുറച്ചെണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഓഫീസ് ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാഫിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്നും കുറച്ചൊന്ന് മനസ്സിലാക്കാം. ഇവർ കൂടുതലായിട്ടും കമ്പനിയുടെ കോർപ്പറേറ്റ് കാര്യങ്ങളിലും കോൺട്രാക്ടർ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലും ഒക്കെ ഉൾപ്പെടുന്നവരായിരിക്കും. അപ്പോൾ കോൺട്രാക്ടർമാരുടെ സേഫ്റ്റി പെർഫോമൻസ് നോക്കി നല്ല കോൺട്രാക്ടേഴ്സിനെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുക. കോൺട്രാക്ച്വൽ സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്ലാന്, പ്രൊസീജിയറുകൾ, ടെൻഡറിങ് ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം ഉണ്ടാക്കുക. ഓരോ പ്രൊജക്റ്റ് സൈറ്റിൻ്റെയും സേഫ്റ്റി പെർഫോമൻസ് വിലയിരുത്തുക. പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ ഉള്ള മാനേജ്മെൻറ്റ് ശൈലികളും ഐഡിയാസും ഒക്കെ ഉപയോഗിച്ച് പെർഫോമൻസ് മെച്ചപ്പെടുത്താനുള്ള ഉപദേശം നൽകുക.
കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ സേഫ്റ്റി പോളിസി ഉണ്ടാക്കുന്നതിലും സേഫ്റ്റി പെർഫോമൻസ് കൂട്ടുന്നതിലും ഉപദേശിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നിയമങ്ങളൊക്കെ ഏതൊക്കെയാണ് പാലിക്കേണ്ടതായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അവ ആ സ്ഥാപനം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കി പാലിക്കാൻ വേണ്ടി സ്ഥാപനത്തിനെ സഹായിക്കുക. സേഫ്റ്റി പ്രൊഫഷണൽസിൻ്റെ പ്രൊഫഷണൽ സ്കിൽസ്, അതായത് സേഫ്റ്റി ഓഫീസേഴ്സും ഇൻസ്പെക്ടേഴ്സും ഒക്കെ കാണും. അവരുടെയൊക്കെ പ്രൊഫഷണൽ സ്കിൽസ് ഇടയ്ക്ക് വിലയിരുത്തണം, മെച്ചപ്പെടുത്തണം. അല്ലാതെ ഒരു കോഴ്സ് ചെയ്ത് പിന്നീട് അതേപോലെ അങ്ങ് തുടരുന്നൊരവസ്ഥ പാടില്ല. കുറേ ഇൻഫോർമേഷൻ പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഓരോ സേഫ്റ്റി പ്രാക്ടീഷണറും. അപ്പോൾ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടോ എന്ന് നോക്കണം. അതിനു വേണ്ടിയുള്ള കോഴ്സുകളുണ്ട്, പല CPD കോഴ്സുകളുണ്ട്, അല്ലാത്ത കോഴ്സുകളുണ്ട്. അതെല്ലാം ചെയ്യാൻ ആവശ്യപ്പെടുക. അങ്ങനെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ അവരോട് പറയുക, സ്കിൽസ് മെച്ചപ്പെടുത്താൻ അവരോട് പറയുക. പിന്നെ എല്ലാ പ്രൊജക്ട് സൈറ്റിൽ നിന്നുമുള്ള ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് ഡേറ്റ കമ്പൈൽ ചെയ്യുക. സേഫ്റ്റി ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായി എഫിഷ്യൻ്റായി ഉപയോഗിച്ച് പരമാവധി പെർഫോമൻസ് കൂട്ടുക. PPE, അതുപോലെ എക്യുപ്മെൻറ്റ്, മെറ്റീരിയൽ, ഇതൊക്കെ കമ്പനി ആവശ്യത്തിന് സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്ത് ഓരോന്നിൻ്റെയും സേഫ്റ്റി വശം മനസ്സിലാക്കി കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട മെറ്റീരിയൽസും മെച്ചപ്പെട്ട എക്യുപ്മെൻറ്റും മെച്ചപ്പെട്ട PPEയും ഒക്കെ അതിൻ്റെ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫീസ് ബേസ് ചെയ്തിട്ടുള്ള സേഫ്റ്റി പ്രാക്ടീഷണർ അല്ലെങ്കിൽ പ്രൊഫഷണലിൻ്റെ ഡ്യൂട്ടി പോകും. ഇത് കൂടാതെ ഒരുപാട് വേറെ ഡ്യൂട്ടീസ് ഉണ്ട്. അത് ഓരോ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് ചേഞ്ചസ് വരാം. പൊതുവേ ഉള്ളതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും. സ്റ്റേ ട്യൂൺഡ്.